അല്ലേ? വീട്ടിൽ നിന്ന് അവർക്ക് ആദ്യം കിട്ടി ശീലമായില്ലേ, അതുകൊണ്ട് അവർക്ക് തന്നെയാണ് ആദ്യം കൊടുക്കേണ്ടത്. നമ്മളെ ആണുങ്ങളെ വിചാരം നമുക്കാണ് ആദ്യം കിട്ടുന്നത് എന്നാ. നല്ല വിചാരം നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ആ അല്ലേ? പെണ്ണുങ്ങൾ രുചി നോക്കാത്ത ഒരു കറി ഇതുവരെ കിട്ടിയിട്ടുണ്ടോ? ഇല്ലേ? നമ്മളെ നാട്ടിലൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ ഭാര്യക്ക് തീരെ ഭക്ഷണം വേണ്ട. എങ്ങനെ വേണ്ടി വരുന്നത്? 1 കിലോ ഇറച്ചി വാങ്ങി, അതിവിടെ മേശപ്പുറത്തെത്തിയപ്പോഴേക്ക് 600 ഗ്രാമുള്ളൂ. അപ്പം അതെന്താ, 100 ഉപ്പുണ്ടോ നോക്കി, 100 ഗ്രാം മുളകും മസാലയും ഒക്കെ പിടിച്ചിട്ടുണ്ടോ നോക്കി, 100 ഗ്രാം എന്തായി വേവ് ഭാഗമായിട്ടുണ്ടോ നോക്കി. 400 ഗ്രാം ഓള് നേരത്തെ കൈക്കൽ കഴിഞ്ഞിക്കണ്, പിന്നെ ഓക്ക് ഭക്ഷണം വേണ്ടി വരിക. ഞാൻ ഇവനോട് ചോദിച്ചു, നീ അതിന് ബേജാറായിട്ട് കാര്യമില്ല. അള്ളാഹു റബ്ബി, അത് നമ്മളെ സഹോദരിമാർക്ക് അള്ളാഹ് കൊടുത്തൊരു സൗഭാഗ്യമാണ്, അതിനെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. അള്ളാഹു ഓൽക്ക് റഹ്മത്ത് ചെയ്യട്ടെ. നിങ്ങളൊരൊറ്റൊന്നൊരു ആമീൻ പറയുന്നില്ലല്ലോ. എന്തെങ്ങളെ ഭാര്യമാർ പെങ്ങന്മാരോടൊക്കെ നിങ്ങൾക്കൊരു വെറുപ്പുള്ള പോലെ. നമ്മളെ നാട്ടിലൊക്കെ വേദ പറയുമ്പോൾ അവർക്കൊക്കെ ഖൈർ കൊടുക്കട്ടെ അറിയുമ്പോഴത്തേന് എല്ലാവരും ആമീൻ പറയും. എന്തുകൊണ്ട്? ഭാര്യമാരും ഉമ്മമാരും ഓൽക്ക് ഖൈറുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലൊരു സമാധാനമുള്ളൂ, അല്ലേ? അള്ളാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഖൈർ തരണേ അള്ളാഹ്. അത് ശരി, നിങ്ങളെ ഒഴിവാക്കിയോ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ആമീൻ പറയാതിരുന്നത്. അൽഹംദുലില്ലാ, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ.